നമസ്കാരം. അങ്ങനെ വീണയ്ക്ക് അവസാനം SFIO സമൻസ് അയച്ചിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള എക്സാലോജിക്കിൻ്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച ഫെബ്രുവരി 12 ആദ്യ കേസായിട്ട് പരിഗണിക്കും. SFIOയുടെ തുടർ നീക്കങ്ങൾ ഇടക്കാല ഉത്തരവിലൂടെ തടയണമെന്നാണ് ഹർജിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിരിക്കുകയാണ് വീണ വിജയന്. അതിനിടയിൽ മാസപ്പടിയിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിൻ്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുകയും ചെയ്യും. രാവിലെ 10:30 ആദ്യ കേസായിട്ടാണ് ഹർജി പരിഗണിക്കുക. ജസ്റ്റിസ് M. നാഗപ്രസന്നയാണ് കേസ് പരിഗണിക്കുക. അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനു പ്രഭാകർ കുൽക്കർണിയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത്. SFIO അന്വേഷണം റദ്ദാക്കണമെന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അന്വേഷണത്തിന് ആധാരമായിട്ടുള്ള രേഖകൾ ഹാജരാക്കണമെന്നും SFIOയുടെ തുടർ നീക്കങ്ങൾ ഇടക്കാല ഉത്തരവിലൂടെ തടയണമെന്ന് ആവശ്യവും ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ കോടതി നിലപാട് നിർണായകമായിരിക്കും. അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ SFIO ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർ കക്ഷികൾ. അന്വേഷണങ്ങൾ സാധാരണഗതിയിൽ ഹൈക്കോടതികൾ സ്റ്റേ ചെയ്യാറില്ല. എന്നാൽ മറിച്ചെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഇനി കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ പോയ നീക്കത്തിന് പിന്നിൽ 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലാണ് ഒന്നാമത്തെ കാര്യം. ഇതിനൊപ്പം തന്നെ എക്സാലോജിക്കിന് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള തന്ത്രവുമാണ്. എന്നാൽ എക്സാലോജിക്കിൻ്റെ രജിസ്റ്റേർഡ് വിലാസം അത് തിരുവനന്തപുരത്തെ AKG സെൻ്ററാണ്. അന്വേഷണം തുടർന്നാൽ മുഖ്യൻ്റെയും വീണയുടെയും കാര്യം പരിങ്ങലിലാകും. നേരിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകും. ഇത് ഏത് വിധേനയും തടയുകയാണ് കർണാടക ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിലൂടെ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആദായനികുതി ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവും അതോടൊപ്പം തന്നെ ROCയുടെ ഗുരുതര കണ്ടെത്തലുകൾ പുറത്തു വന്നതോടെയാണ് SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വീണ വിജയനെ ചോദ്യം ചെയ്ത് SFIO അന്വേഷണം പിടിമുറുക്കാനൊരുങ്ങുന്നതിനിടെയാണ് എക്സാലോജിക്ക് ഇപ്പോൾ അവസാന പിടിവള്ളി എന്ന നിലയിൽ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വീണ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഏതു സമയവും SFIO നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു. ആദായനികുതി ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ROCയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സാലോജിക്ക് മൗനത്തിലായിരുന്നു. 2022 നവംബറിൽ കമ്പനി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരുന്നു. കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കുകയാണ് എക്സാലോജിക്കിൻ്റെ ഹർജി. അതിനിടയിൽ കമ്പനിയുടെ സേവനം എന്താണെന്ന് വിശദീകരിക്കണമെന്നാണ് SFIO ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. എക്സാലോജിക് CMRL ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടാണ് അന്വേഷണ ഏജൻസി സമൻസ് നൽകിയിരിക്കുന്നത്. കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം സമൻസും ഇപ്പോൾ ഹാജരാക്കി. KSIDCയിലെ പരിശോധനയിൽ SFIO 10 വർഷത്തെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. ബോർഡ് മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് രേഖകളും ആവശ്യമായ ഡിജിറ്റൽ രേഖകളും പകർപ്പും ശേഖരിച്ചു. വേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ KSIDCയെ അറിയിച്ചിരുന്നു. SFIO ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് KSIDC അറിയിച്ചു. ബുധനാഴ്ചയാണ് SFIO സംഘം KSIDCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധന നടത്തിയത്. മാസപ്പടി വിവാദത്തിലെ അന്വേഷണത്തിന് 8 മാസത്തെ സമയമാണ് SFIOയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും വീണയെ സംബന്ധിച്ച് ഫെബ്രുവരി 12 തിങ്കളാഴ്ച 10:30 എന്ന സമയം വളരെ നിർണായകമാണ്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.